നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വച്ഛതാ ഹി സേവ ചിത്രരചന മത്സരത്തിന്റെ ഭാഗമായുള്ള പെയിന്റിംഗ് പ്രദർശനം നടത്തി. ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് വാഴത്തോപ്പ് LP സ്കൂളിൽ തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരത്തിൽ റോഡ് കയ്യേറിയുള്ള വ്യാപാരങ്ങൾ വർദ്ധിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയരുന്നു. ട്രാവൻകൂർ ട്രസ്റ്റ് വണ്ണപ്പുറം പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് എന്നിവയുമായി പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ബാബു അതുല്യ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് ഫെബ്രുവരി 1 ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ഇതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യോഗങ്ങളിൽ രമേശ് ചെന്നിത്തല, PG ജോസഫ് MLA, ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഹൈറേഞ്ചിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ പിണറായി സർക്കാരിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് ഫെബ്രുവരി 1 ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 1964 ചട്ടമനുസരിച്ച് സംസ്ഥാനത്ത് പട്ടയം നൽകിയിരിക്കുന്ന ഭൂമിയിൽ ഇടുക്കി ഒഴികെ ബാക്കി ജില്ലകളിൽ നടത്തിയിരിക്കുന്ന നിർമ്മിതികൾക്കോ നിർമ്മാണങ്ങൾ നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇത് നിലനിൽക്കെ ഇടുക്കിയിൽ മാത്രം നിർമ്മിച്ച കെട്ടിടങ്ങൾ നിയമവിരുദ്ധമാക്കിയും മറ്റും ഇടുക്കിക്കാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ വിവേചനത്തിനും അനീതിക്കുമെതിരായിട്ടാണ് ഈ ജാഥയെന്ന് അവർ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമര ജാഥ മലയോര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ഫെബ്രുവരി 1 ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുകയാണ്. ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളാണ് ജാഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഭൂപ്രശ്നങ്ങളും ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ സൃഷ്ടിയാണ്. 1964 പട്ടയഭൂമിയിൽ ഇടുക്കി ജില്ലയിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ ഇടുക്കിയിൽ 1964 ചട്ടമനുസരിച്ച് കിട്ടിയിട്ടുള്ള ഭൂമിയിൽ നടത്തിയിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും നിയമവിരുദ്ധമാണ് എന്നും ഒരു നിർമ്മാണവും മേലിൽ നടത്താൻ പാടില്ല എന്നും ഗവൺമെന്റ് ഉത്തരവിറക്കിയതിലൂടെ ഈ ജില്ലയിലെ ജനങ്ങളോട് ഈ ഗവൺമെന്റ് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിവേചനവും അനീതിയുമാണ്. കാരണം 13 ജില്ലകളിലും കുഴപ്പമില്ല, 14ാമത്തെ ജില്ലയിൽ ഇടുക്കിയിൽ വരുമ്പോൾ ഇതിനെല്ലാം നിയന്ത്രണമാണ് എന്നുള്ള നിലയിൽ ഗവൺമെന്റ് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ബാക്കി 13 ജില്ലയിലെ നിർമ്മിതികൾക്കും പിഴയും സെസ്സും കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിൽ ഇടുക്കിയിലെ ജനങ്ങൾ പിഴയും സെസ്സും കൊടുക്കണമെന്ന് ഗവൺമെന്റ് പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത് എന്ന് ഭരിക്കുന്നവർ ജനങ്ങളോട് മറുപടി പറയണം. അല്ലാതെ ആളുകൾ ഹൈറേഞ്ചിലെ ജനങ്ങളുടെ മേൽ എന്തും ചുമത്താമെന്നുള്ള ഒരു നിലയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ UDF അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഹൈറേഞ്ച് മേഖലകളിൽ കൂടി കടന്നു പോകുന്നത്. ജാഥയ്ക്ക് ഫെബ്രുവരി 1 രാവിലെ 10 മണിക്ക് അടിമാലി, വൈകിട്ട് 3 കട്ടപ്പന, 5 കുമളി എന്നീ ക്രമത്തിൽ സ്വീകരണങ്ങൾ നൽകും. യോഗങ്ങളിൽ UDF സംസ്ഥാന നേതാക്കളായ രമേശ് ചെന്നിത്തല, PG ജോസഫ് MLA, MM ഹസൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, KM ഷാജി, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ് MLA, CP ജോൺ, രാജൻ ബാബു തുടങ്ങിയവർ സംസാരിക്കും. ജില്ലയിലെ സ്വീകരണ പരിപാടികൾക്ക് CP മാത്യു, അഡ്വക്കേറ്റ് S അശോകൻ, അഡ്വക്കേറ്റ് EM അഗസ്റ്റി, പ്രൊഫസർ MJ ജേക്കബ്, TM സലീം, റോയി K പൗലോസ്, KM ഷുക്കൂർ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അഡ്വക്കേറ്റ് ജോയി തോമസ്, എബ്രാഹിംകുട്ടി കല്ലാർ, AK മണി, KA കുര്യൻ, EC ജയൻ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകും.
തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, MK പുരുഷോത്തമൻ, NI ബെന്നി, സുരേഷ് ബേബി, KM ഷുക്കൂർ, വർഗീസ് വെട്ടിയാങ്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാലിന്യ സംസ്കരണത്തിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി IAS പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ ചിത്രരചനാ മത്സരത്തിന്റെ ഭാഗമായുള്ള പെയിന്റിംഗ് പ്രദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ജില്ലയിലെ LP തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. വീടുകളിൽ ശരിയായ മാലിന്യ സംസ്കരണം നടത്തുന്നതിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്ന് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. മിഠായി കവർ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുന്നതിനും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ ചിത്രരചനാ മത്സരത്തിന്റെ ഭാഗമായുള്ള പെയിന്റിംഗ് പ്രദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ക്രിഞ്ചാണ്, ബൂമറാണ്, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, പക്ഷേ നല്ല കാര്യങ്ങളും ആവശ്യമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ഫാഷൻ. നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇത് ഔട്ട് ഓഫ് ട്രെൻഡാണ്. നമ്മൾ ഒരു വയലേഷൻസ് മാത്രം ചെയ്തുകൊണ്ടേയിരുന്നാലേ ഐ ബി സീൻ ആസ് എ ബിഗ് ഹീറോ ഓർ ബിഗ് സ്റ്റാർ, അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ തിങ്. ഓക്കെ, സോ ഐ വോണ്ട് യു ഓൾ ടു ബി ഹൈലി റെസ്പോൺസിബിൾ ഇൻ ഓൾ ദി വെഞ്ചേഴ്സ് ദാറ്റ് യു ടേക്ക് അപ്പ്. റൈറ്റ്? പിന്നെ ഒരു കാര്യം വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലാതെ പറയാനുള്ളത്, നിങ്ങളെല്ലാം ചെറിയ കുട്ടികളാണ്. You might feel that you're like part of teenage or you're kind of high school level അങ്ങനെയെല്ലാം, പക്ഷേ still you're all kids. So do not take any important decisions of your life during this period. Okay? You might feel like you're a bigger person, but no. After 25 you will understand what exactly really the world is being a part of. ഭരണ സംവിധാനങ്ങളോ ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചാൽ മാലിന്യ സംസ്കരണം പൂർണ്ണമാവില്ലെന്നും ഓരോ വ്യക്തിയുടെയും സഹകരണത്തോടെ മാത്രമേ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം നേടാനാകൂ എന്നും കളക്ടർ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ LP തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LP UP വിഭാഗങ്ങൾ ക്രയോൺസ് ഉപയോഗിച്ചും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ വാട്ടർ കളർ ഉപയോഗിച്ചും വരച്ച 120ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. പാഴ്വസ്തുക്കൾ ഉറവിടത്തിൽ തരംതിരിക്കുക, ജൈവമാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുക, അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക, ഹരിതചട്ടം പാലിച്ച് മാലിന്യോൽപാദനം കുറയ്ക്കുക, അതുവഴി നമ്മുടെ പരിസരവും ജലാശയങ്ങളും മനോഹരമായി നിലനിർത്തുക എന്നിവ വിഷയമാക്കിയുള്ളതായിരുന്നു ചിത്രങ്ങൾ. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ അജിമോൻ A. ചെല്ലംകോട്ട്, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR, അസിസ്റ്റന്റ് കോർഡിനേറ്റർ അഷിത ചന്ദ്രൻ, പ്രോഗ്രാം ഓഫീസർ അനുമോൾ തങ്കച്ചൻ, റിസോഴ്സ് പേഴ്സൺമാരായ ടിബിൻ ജോർജ്, ശരത് PS എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് വാഴത്തോപ്പ് LP സ്കൂളിൽ തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലീസ് ജോസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയായ ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് വാഴത്തോപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കമായി. പ്രൈമറി തലം മുതൽ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസമാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലാണ് വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. കായിക പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് ഉത്സാഹവും ഉണർവും ലഭിക്കുന്ന സ്മാർട്ട് ഗെയിം റൂം, ഓരോ കുട്ടിയുടെയും ദിവസേനയുള്ള പ്രവർത്തന മികവ് അറിയാനായി റിയൽ ടൈം ഓൺലൈൻ ട്രെയിനിംഗ് ആഷ് എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികളുടെ വളർച്ചയിലെ സുപ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്. ആരോഗ്യ രംഗത്ത് കുട്ടികൾ ആവശ്യം മനസ്സിലാക്കേണ്ട പ്രാഥമിക പടികൾ വളരെ ചെറുപ്പം മുതൽ തന്നെ അവരെ പരിശീലിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഓരോ തീമുണ്ട്, ഓരോന്നിനും ഓരോ ലക്ഷ്യമുണ്ട്. നമ്മളിതെല്ലാം കാണുകയുണ്ടായി. ആ പദ്ധതി പോയി കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കാണിച്ചത് കായിക ഭാഷയുടെ ആദ്യ അക്ഷരം നല്ല ഒരു ഭാഷാപ്രയോഗമാണ്. അക്കാഡമിക് മികവിനോടൊപ്പം ശാരീരികമായും മാനസികമായും നമുക്കുണ്ടാകേണ്ട വളർച്ചകളെ കുട്ടികൾ അറിയാതെ തന്നെ അവരെ കായിക രംഗത്ത് പോഷിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ കളിയും തമാശയും എല്ലാം ഉൾക്കൊള്ളുന്ന രൂപേണ സന്തോഷകരമായി അവരെ നിർവഹിക്കുമ്പോൾ അവർക്കറിയാതെ അവരുടെ ആരോഗ്യ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വമേധയാ അവർക്ക് നേട്ടമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി സ്മാർട്ട് ഗെയിം റൂമിൽ സന്ദർശിച്ചപ്പോൾ തന്നെ ആ കൊടുക്കുന്ന മെസ്സേജും അത് സ്വീകരിക്കുന്ന കുട്ടിയുടെ ആ മനസ്സും എല്ലാം ഒരു കമാൻഡിംഗ് ആണ്. ആ കമാൻഡിംഗ് ഉൾക്കൊള്ളാൻ കഴിയുക.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് അംഗം രാജു ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയാമ്മ ജോയി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലീസ് ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ വിൻസെന്റ് വി എം, സെലിൻ വിൽസൺ, കുട്ടായി കറുപ്പൻ, ടിൻഡു സുഭാഷ്, നിമ്മി ജയൻ, പ്രഭ തങ്കച്ചൻ, നൌഷാദ് ടി ഇ, അജേഷ് കുമാർ പി വി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദി വിനുകുമാർ SP, ഹെഡ് മിസ്ട്രസ് ഷീലു തോമസ്, PTA പ്രസിഡന്റ് ഷമീർ PS, MPTA പ്രസിഡന്റ് ദിവ്യ ബൈജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നഗരത്തിൽ റോഡ് കയ്യേറിയുള്ള വ്യാപാരങ്ങൾ വർദ്ധിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയരുന്നു. റോഡിന് വീതി കൂട്ടി ടാറിംഗ് നടത്തിയാൽ ആ ഭാഗങ്ങളിൽ വഴിയോര കച്ചവടക്കാർ സ്ഥാനം പിടിക്കുന്ന സാഹചര്യമാണ്. പോലീസ് സ്റ്റേഷനിൽ DYSP റാങ്കിലുള്ളവർ വരെ ഉണ്ടെങ്കിലും നഗരത്തിൽ പോലീസ് സാന്നിധ്യം അപൂർവമാണ്. പൊതുമരാമത്ത് വകുപ്പിലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ തസ്തികയിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും അവരും നടപടിക്ക് തയ്യാറല്ല. തൊടുപുഴയിൽ റോഡ് കയ്യേറിയുള്ള വ്യാപാരങ്ങൾ വർദ്ധിച്ചിട്ടും നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ആക്ഷേപം. റോഡിന് വീതി കൂട്ടി ടാറിംഗ് നടത്തിയാൽ ആ ഭാഗങ്ങളിൽ വഴിയോര കച്ചവടക്കാർ സ്ഥാനം പിടിക്കുന്ന സാഹചര്യമാണ്. മർച്ചന്റ്സ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ നൽകിയെങ്കിലും വഴിയോരം കൈവശപ്പെടുത്തി മറ്റുള്ളവർക്ക് ദിവസ വാടകയ്ക്ക് നൽകുന്ന ഏതാനും ലോബികൾ തൊടുപുഴയിൽ സജീവമാണ്. മങ്ങാട്ടുകവല കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ അൽഫോൺസ കണ്ണാശുപത്രിക്ക് സമീപം ആദ്യം വഴിയോര കച്ചവടം ആരംഭിക്കുകയായിരുന്നു. പരാതി ഉയർന്നതിനെ തുടർന്ന് കുറച്ച് സ്ഥലം വാടകയ്ക്കെടുത്ത് കച്ചവടം തുടരുകയായിരുന്നു. നഗരത്തിൽ 2 മാർക്കറ്റുകൾ നിലവിലുള്ളപ്പോൾ ഇവിടെ മറ്റൊരു മാർക്കറ്റ് കൂടി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. വഴിയോര കച്ചവടത്തിന് പുറമെ വാഹന കച്ചവടക്കാർക്കും ഇതര പച്ചക്കറി കടകളിലേക്കും ഇവിടെ നിന്നും പച്ചക്കറികൾ കയറ്റിവിടുകയാണ്. ഇത്തരം പ്രവർത്തനം രാവിലെ 8 മണിക്ക് മുൻപ് നടത്തുമെന്ന് സമ്മതിച്ചാണ് സമാന്തര മാർക്കറ്റ് തുടങ്ങിയത്. എന്നാൽ സ്കൂൾ ബസ്സുകൾ പോകുന്ന സമയത്തും ഇവിടെ കയറ്റിയിറക്ക് നടക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ സമാന്തര മാർക്കറ്റിന് എതിർവശം തുണിക്കച്ചവടക്കാരും ഷെഡ് കെട്ടിയതോടെ ഗതാഗത തടസ്സവും ഉണ്ടായി. യാത്രക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് എത്തി ഇവരെ നീക്കം ചെയ്യുകയായിരുന്നു. തൊടുപുഴ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ അപകടകരമായ രീതിയിൽ റോഡുകൾ കയ്യേറി കച്ചവടം നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ DYSP റാങ്കിലുള്ളവർ വരെ ഉണ്ടെങ്കിലും നഗരത്തിൽ പോലീസ് സാന്നിധ്യം അപൂർവമാണ്. പൊതുമരാമത്ത് വകുപ്പിലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ തസ്തികയിൽ നിരവധി ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിലും അവരും നടപടിക്ക് തയ്യാറല്ല. ഇവരൊക്കെ ആരെയോ ഭയന്ന് നടപടികൾ സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കുന്ന സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വീട്ടിലോ ഓഫീസിലോ ഒരു ഹരിതാഭ ഒരുക്കണം. തൊടുപുഴ മുതലക്കോടം മാവിൻചുവട്ടിലുള്ള സമൃദ്ധി ഓർഗാനിക് നഴ്സറിയിലേക്ക് വരൂ. മനവും ചുറ്റുപാടും ഹരിത സമൃദ്ധിയാക്കാം. മലയാളികൾക്ക് ഹരിതാഭ എന്നും പ്രിയപ്പെട്ടതാണ്. ജീവിതത്തിലെ തിരക്ക് പിടിച്ച നിമിഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഓടിയെത്തുന്നതും പച്ചപ്പ് നിറഞ്ഞ ഒരിടത്തായിരിക്കും. അങ്ങനെയെങ്കിൽ വീട്ടിലോ ഓഫീസിലോ പച്ചപ്പ് നിറച്ചാൽ കൂടുതൽ ഉന്മേഷം ലഭിക്കുമല്ലോ എന്ന ചിന്തയിലാണ് എല്ലാവരും സ്വന്തം ചുറ്റുപാടുകളിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത്. അതിപ്പോൾ വളർന്ന വ്യത്യസ്ത തരം ചെടികൾ വളർത്തുന്ന രീതിയിലെത്തി. അകത്തും പുറത്തും ചെടികൾ. അങ്ങനെ ഒരു മനോഹര ചുറ്റുപാടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വ്യത്യസ്ത തരം ചെടികൾ ഒരുക്കി തൊടുപുഴ മുതലക്കോടം മാവിൻ ചുവട്ടിൽ സമൃദ്ധി ഓർഗാനിക് നഴ്സറി കാത്തിരിക്കുന്നു. ഏത് ചെടിയാണ് ഉള്ളതെന്നല്ല, ഏതാ ഇല്ലാത്തത് എന്നാണ് ഇവിടെ വന്നാൽ മനസ്സിൽ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ട ഏത് ചെടിയും ഇവിടെ ലഭ്യമാണ്. അതിൽ തന്നെ ബോഗൺവില്ലയുടെ വിവിധ തരങ്ങളായ ചില്ലി ഓറഞ്ച്, ചില്ലി റെഡ്, റൂബി റെഡ് തുടങ്ങിയവ യഥേഷ്ടം ലഭിക്കും. 60 രൂപ മുതലാണ് ബോഗൺവില്ലയുടെ വില. റോസ്, ചെമ്പകം, 4 മണിപ്പൂവ് തുടങ്ങി വിവിധ പൂച്ചെടികളുടെ വലിയ ശേഖരമുണ്ട്. അതിൽ തന്നെ റോസായുടെ വിവിധ വെറൈറ്റികൾ ഇവിടെ ലഭിക്കും. വിവിധ ഗ്ലോണിമയുടെ വെറൈറ്റികൾ ഉൾപ്പെടെ ഇൻഡോർ പ്ലാന്റുകൾ, പ്ലാവ്, മാവ്, തെങ്ങ്, കറിവേപ്പില, റംബൂട്ടാൻ, ജാതി, മംഗോസ്റ്റിൻ തുടങ്ങിയ ചെടികളും ഇവിടെ നിന്ന് ലഭിക്കും. അതെ, നിങ്ങളുടെ ചുറ്റുപാടുകൾ ചെടികൾ നിറച്ച് മനോഹരമാക്കാൻ ഇതിലും മികച്ച സ്ഥലമില്ല. തൊടുപുഴ മുതലക്കോടം മാവിൻ ചുവട്ടിലെ സമൃദ്ധി ഓർഗാനിക് നഴ്സറിയിലേക്ക് വരൂ, ആസ്വദിക്കൂ.
തൊടുപുഴ. ട്രാവൻകൂർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങളിലെ രോഗികൾക്ക് നൽകി വരുന്ന അവശ്യ വസ്തുക്കൾ അടങ്ങിയ സ്നേഹസമ്മാനം ഇത്തവണ വണ്ണപ്പുറം പഞ്ചായത്തിലെ 20 കുടുംബങ്ങളിലേക്ക് എത്തും. ഭക്ഷ്യധാന്യങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് അടങ്ങിയവയുമായി പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴയിൽ കിസാൻ സർവീസ് സൊസൈറ്റി ജില്ലാ ട്രഷറർ ബാബു അതുല്യ നിർവഹിച്ചു. MP നാസർ ചെയർമാനായിട്ടുള്ള ട്രാവൻകൂർ ട്രസ്റ്റ് എല്ലാ വർഷവും രോഗികൾക്ക് നൽകി വരുന്ന സ്നേഹസമ്മാനം ഈ വർഷവും അർഹരായവർക്ക് നൽകും. ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് അടങ്ങിയവയുമായി പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴയിൽ കിസാൻ സർവീസ് സൊസൈറ്റി ജില്ലാ ട്രഷറർ ബാബു അതുല്യ നിർവഹിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിലെ അർഹരായവർക്ക് ഇവ വിതരണം ചെയ്യും. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനമേഖലയിലെ ആദിവാസി ഊരുകളിലും മാമലക്കണ്ടം വനമേഖലയിലെ ആദിവാസി ഊരുകളിലും ഇടുക്കി ജില്ലയിലെ ഉപ്പുകുന്ന് ഉൾപ്പെടെയുള്ള ആദിവാസി ഊരുകളിലും വണ്ണപ്പുറം പഞ്ചായത്തിലും മുൻപ് സ്നേഹസമ്മാനം നൽകിയിരുന്നു. കൂടാതെ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ നിരവധി വിദ്യാർത്ഥികൾക്കും മുൻപ് സ്നേഹസമ്മാനം നൽകിയിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായങ്ങളും കോവിഡ് കാലത്ത് മൊബൈൽ ഫോണുകളും ട്രസ്റ്റ് നൽകിയിട്ടുണ്ടെന്ന് ട്രാവൻകൂർ ട്രസ്റ്റ് പ്രസിഡന്റ് MP നാസർ പറഞ്ഞു. ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സ്നേഹസമ്മാനം എന്നൊരു പദ്ധതി ഈ കിടപ്പ് രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. അർഹതപ്പെട്ട കിടപ്പ് രോഗികൾക്ക് എല്ലാ വർഷവും. അത് ഈ വർഷം വണ്ണപ്പുറം പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 20 രോഗികൾക്കുള്ള ഒരു സ്നേഹസമ്മാനമാണ് നൽകുന്നത്. അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് ഇവിടെ നടന്നത്. സൊസൈറ്റി എല്ലാ വർഷവും പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലേക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന രോഗികളെ ഞങ്ങൾ കണ്ടെത്തി കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ആദിവാസി ഊരുകളിൽ കൊടുത്തിരുന്നു. അതിനു മുൻപ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉപ്പുകുന്നുള്ള ആദിവാസി മേഖലയിൽ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ തട്ടേക്കാട് ആയിട്ട് ചുറ്റിപ്പറ്റിയുള്ള പ്രദേശത്തുള്ള ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുത്തിരുന്നു. വണ്ണപ്പുറം പഞ്ചായത്തിൽ കൊടുത്തിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോണുകൾ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നിന്നുള്ള പാവപ്പെട്ട ഈ ക്യാൻസർ പേഷ്യൻ്റൊക്കെ ആയിട്ടുള്ള രോഗികളുടെ മക്കൾക്ക് നമ്മളെല്ലാ വർഷവും കിറ്റുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിയുടെ ഒരു ചാരിറ്റി പ്രോഗ്രാമാണ് സ്നേഹസമ്മാനം എന്ന് പറയുന്നൊരു പദ്ധതി. ഇതൊരു സഹായമല്ല, ഇതൊരു സമ്മാനമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചടങ്ങിൽ ട്രാവൻകൂർ കൊച്ചിൻ ഹെയർ സ്റ്റേജ് സൊസൈറ്റി സെക്രട്ടറി നൌഷാദ് കൊച്ചുതമ്പി, KK മണി, ജോൺ പാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉപ്പതോട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ വാർഷികവും രക്ഷകർതൃ സംഗമവും നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 26 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ബെറ്റ്സി ജോസിന് സ്കൂളിന്റെ ആദരവ് നൽകി. മലയോര മേഖലയിലെ പ്രധാന വിദ്യാലയങ്ങളിലൊന്നായ ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ 42ാമത് വാർഷികവും രക്ഷകർതൃ സംഗമവുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത്. സെന്റ് ജോസഫ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു. ടീച്ചറിന് നാളുകളിൽ ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് ടീച്ചറിന് സാധിക്കും. അപ്പോൾ ടീച്ചറിന് ഒത്തിരി നല്ല പൊതുപ്രവർത്തനങ്ങളൊക്കെ നാളെ ഞങ്ങളൊക്കെ നിൽക്കുന്നത് പോലെയൊക്കെ ടീച്ചർ ചിലപ്പോൾ ആയിക്കൂടാതൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് സന്നിധാന്റെയും പിള്ളേരുടെയും വീട്ടിലെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ സഹായം ടീച്ചറിനുണ്ടാകും. അതിനായിട്ട് ടീച്ചറിന് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ 42ാമത് വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ 26 വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ബെറ്റ്സി ജോസിനെ ചടങ്ങിൽ ആദരിച്ചു. ബെറ്റ്സി ടീച്ചറിന്റെ സേവനം പൊതുസമൂഹത്തിന് എന്നും മാതൃകയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പറഞ്ഞു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകിടിയിൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഉപ്പുതോട് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് നെച്ചിക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെന്നിമോൾ ബെന്നി, മറ്റംഗങ്ങളായ പ്രജിനി ടോമി, ബീന ജോമോൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോയിച്ചൻ ജോസഫ്, ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലേഖ തോമസ്, കരിക്കിൻമേട് ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് അനിത NV, ജിഷ ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സിനി ജോസഫ്, PTA പ്രസിഡന്റ് ഷിനിൽ സെബാസ്റ്റ്യൻ, MPTA പ്രസിഡന്റ് ആതിര കുര്യൻ, സ്കൂൾ ലീഡർ അബിയ മനു ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപിക ബെറ്റ്സി ജോസ് മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പുതോട്. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തെക്കുംഭാഗത്തൊരുക്കിയ സ്നേഹത്തിന്റെ ചായക്കടയിൽ കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് സന്ദർശനം നടത്തി. ചായയും ചെറുകടികളുമാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചായ കുടിച്ച് രാഷ്ട്രീയം പറയുന്ന പഴയ ഓർമ്മകൾ പുതുക്കുവാനാണ് ചായക്കട ഒരുക്കിയിരിക്കുന്നതെന്ന് CPM നേതാക്കൾ പറഞ്ഞു.
ചിഹ്നത്തിന്റെ പ്രചരണാർത്ഥം തെക്കുംഭാഗത്തൊരുക്കിയ സായാഹ്ന ചായക്കടയിൽ കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് സന്ദർശനം നടത്തി. ചായയും ചെറുകടികളുമാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചായ കുടിച്ച് രാഷ്ട്രീയം പറയുന്ന പഴയ കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് സന്ദർശനമെന്ന് അബു ജോൺ ജോസഫ് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ ഒരു സ്നേഹത്തിൻ്റെ പീടിക എന്ന രീതിയിൽ ഇടപെട്ടി ഇവിടെ ഒരു തീർച്ചയായിട്ടും ഇവിടെയുള്ള ഈ നാട്ടുകാർക്ക് സൗജന്യമായി എല്ലാ ദിവസവും വൈകുന്നേരം ഇത്രയും വിഭവങ്ങൾ 4 മണി തൊട്ട് കൊടുക്കുന്നതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്നുള്ള ഒരു ബോധത്തിൽ നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ രീതിയിൽ വളരെ മാതൃകാപരമായി ഇതുപോലെ ഒരു ചായപ്പീടിക തുടങ്ങിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സൗജന്യമായി എല്ലാവർക്കും പലഹാരങ്ങളും ഭക്ഷണവും നൽകുന്നത് മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇളന്തേശം ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കാവാലം, സലീം പടിഞ്ഞാറേക്കര, മെമ്പർ ബേബി കാവാലം എന്നിവരും അബുവിനൊപ്പം സായാഹ്ന ചായക്കടയിലെത്തി സൗഹൃദം പങ്കുവച്ചു. CPM തെക്കുംഭാഗം ലോക്കൽ സെക്രട്ടറി PM മുജീബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അബുവിനെ സ്വീകരിച്ചു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനാചരണത്തോടനുബന്ധിച്ച് JCI തൊടുപുഴ ഗ്രാൻഡിന്റെ നേതൃത്വത്തിൽ പത്രപാരായണ മത്സരം നടത്തി. JCI തൊടുപുഴ ഗ്രാൻഡ് പ്രസിഡന്റ് അഖിലേഷ് നായർ അധ്യക്ഷത വഹിച്ചു. ജെറാണി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി M ജോർജ്, സ്കൂൾ ഡീൻ ഓഫ് അക്കാദമി ശ്രീജിത്ത് ശ്രീധർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനാചരണത്തിന്റെ ഭാഗമായി JCI തൊടുപുഴ ഗ്രാൻഡിന്റെ ആഭിമുഖ്യത്തിൽ ജയറാണി പബ്ലിക് സ്കൂളിൽ പത്രപാരായണ മത്സരം നടത്തി. Of the year on Monday and a spot in the test team of the year announced last week. I feel really good as a youngster. I have seen my childhood heroes winning this race award. So yeah, very happy to be at receiving end. JCI തൊടുപുഴ ഗ്രാൻഡ് പ്രസിഡന്റ് അഖിലേഷ് നായർ അധ്യക്ഷത വഹിച്ചു. ജയറാണി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി M ജോർജ്, സ്കൂൾ ഡീൻ ഓഫ് അക്കാദമി ശ്രീജിത്ത് ശ്രീധർ, JCI തൊടുപുഴ ഗ്രാൻഡ് IPP പ്രശാന്ത് കുട്ടപ്പാസ്, പ്രോഗ്രാം കോർഡിനേറ്റർ സരിൻ CU, ഭാരവാഹികളായ ഗോകുൽ ജയേന്ദ്രൻ, ഹരീഷ് M, ഷിജു ഫാരത്, ശ്യാമ സരിൻ, വിധികർത്താക്കളായ ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, ന്യൂമാൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ചന്ദന അഖിൽ എന്നിവർ പങ്കെടുത്തു. 4-5 ക്ലാസ്സുകളിലെ കുട്ടികളുടെ മത്സരത്തിൽ റോഷൻ ജോസഫും ലിയാന ജെമീന ഓസ്ലിനും 1-2 സ്ഥാനങ്ങൾ നേടി. 6 മുതൽ 8 വരെയുള്ള ക്ലാസ് കാറ്റഗറിയിൽ നന്ദ സരിൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ജുനൈസ KS 2ാം സ്ഥാനം. ഏഞ്ചൽ തോമസ് പ്രത്യേക പുരസ്കാരത്തിന് അർഹമായി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ജയറാണി പബ്ലിക് സ്കൂളിൽ വാനനിരീക്ഷണ ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. CS ഹരിയുടെയും എബ്രഹാമിന്റെയും നേതൃത്വത്തിൽ ഗ്രഹങ്ങളുടെ അവലോകനം, ആകാശഗതി നിരീക്ഷണത്തിന്റെ പ്രാധാന്യം, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസ് നടന്നു. പ്രത്യേകമായി ഒരുക്കിയ ടെലസ്കോപ്പുകളുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഗ്രഹങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരവും ലഭിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി M ജോർജ്, ഡീൻ ഓഫ് അക്കാദമിക്സ് ശ്രീജിത്ത് ശ്രീധർ എന്നിവർ ആശംസകൾ നേർന്നു. അടുത്തുള്ള ഓബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് ജസ്റ്റ് നോക്കുകയാണ്. സൂര്യനിലേക്കുള്ള ദൂരം, സൂര്യൻ നമ്മളിൽ നിന്ന് എത്ര അകലെയാണ് എന്നുള്ളത് എത്രമാത്രം അകലെയാണ്. സ്വിറ്റ്സർലാൻഡിൽ മാർച്ച് 8-ന് സംഘടിപ്പിക്കുന്ന ഭാരതീയം 2025ന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായി ചെയർമാൻ വിൻസെന്റ് പറയനിലവും സെക്രട്ടറി റോബിൻ തുരുത്തിപ്പള്ളിയും അറിയിച്ചു. പ്രശസ്ത ഗായകൻ വിധു പ്രതാപിന്റെയും ഗായിക ആര്യ ദയാലിന്റെയും നേതൃത്വത്തിൽ 15ഓളം കലാപ്രതിഭകൾ ഭാരതീയം 2025 അണിനിരക്കുമെന്നും കൂട്ടിച്ചേർത്തു. മത്സരങ്ങളുടെ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം ഐറിൻ ജോയിൽ നിന്നും ആദ്യ രജിസ്ട്രേഷൻ സ്വീകരിച്ചുകൊണ്ട് പ്രോഗ്രാം കോർഡിനേറ്റർ റോഹൻ തോമസ് നിർവഹിച്ചു.
സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ ഭാരതീയ കലാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8-ന് സൂറിച്ചിലെ റാഫ്സിൽ വെച്ച് നടത്തുന്ന കലാമാമാങ്കമായ ഭാരതീയം 2025 ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായി ചെയർമാൻ വിൻസെന്റ് പറയനിലവും സെക്രട്ടറി റോബിൻ തുരുത്തിപ്പള്ളിയും അറിയിച്ചു. പ്രശസ്ത ഗായകൻ വിധു പ്രതാപിന്റെയും ഗായിക ആര്യ ദയാലിന്റെയും നേതൃത്വത്തിൽ 15ഓളം കലാപ്രതിഭകൾ ഭാരതീയം 2025 അണിനിരക്കും. മത്സരങ്ങളുടെ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം ഐറൻ ജോയിയിൽ നിന്നും ആദ്യ രജിസ്ട്രേഷൻ സ്വീകരിച്ചുകൊണ്ട് പ്രോഗ്രാം കോർഡിനേറ്റർ മോഹൻ തോമസ് നിർവഹിച്ചു. സനിക പറയനിലത്തിന്റെയും ലേഖ മാടിന്റെയും നേതൃത്വത്തിൽ 130ഓളം കലാപ്രതിഭകൾ അണിനിരക്കുന്ന ഓപ്പണിംഗ് പ്രോഗ്രാമിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായി കോർഡിനേറ്റർ മോഹൻ തോമസ് അറിയിച്ചു. അനുകരണ കലയിലൂടെ പ്രശസ്തിയാർജിച്ച മഹേഷ് കുഞ്ഞുമോനും ചടങ്ങിൽ പങ്കെടുക്കും. ഭാരതീയം 2025 കലാമാമാങ്കത്തിൽ നാട്ടിൽ നിന്നും എത്തിച്ചേരുന്ന എല്ലാ സെലിബ്രിറ്റികൾക്കും വിസ ലഭിച്ചതായി PRO ജീസൺ അടശ്ശേരി അറിയിച്ചു. 65 വയസ്സ് കഴിഞ്ഞ് പെൻഷനായവരെ പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അവർക്ക് സാധാരണ ടിക്കറ്റിനേക്കാൾ 10 ഫ്രാങ്ക് കുറച്ച് ടിക്കറ്റ് കൊടുക്കുന്ന ഏക സംഘടന ഭാരതീയ കലാലയമാണെന്ന് ജോസ്ലിൻ വിധേയത്തിൽ അറിയിച്ചു. അതിന്റെ ഉദ്ഘാടനം യൂറോപ്പിലെ പ്രശസ്ത കവി ബേബി കാക്കശ്ശേരിക്ക് ടിക്കറ്റ് നൽകി നിർവഹിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു കുടുംബസംഗമം മുരിക്കാശ്ശേരിയിൽ സംഘടിപ്പിച്ചു. മാതാ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടികൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് അധ്യക്ഷത വഹിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കിടപ്പു രോഗികളും അവരെ സംരക്ഷിച്ചു വരുന്ന കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഉൾപ്പെടുന്ന കുടുംബസംഗമമാണ് മുരിക്കാശ്ശേരിയിൽ നടന്നത്. മാതാ കൺവെൻഷൻ സെന്ററിൽ നടന്ന പാലിയേറ്റീവ് രോഗി ബന്ധു കുടുംബസംഗമം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന ഈ പാലിയേറ്റീവ് രോഗികളുടെ കുടുംബാംഗങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അവരെ ഏറ്റവും സ്നേഹത്തോടുകൂടി അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സംഗമം ഇവിടെ നടത്തപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒത്തിരിയേറെ പാലിയേറ്റീവ് രോഗികൾ ഉണ്ട്. അവരെ ആഴ്ചകളിൽ ഇത്ര ദിവസം വീടുകളിൽ ചെന്ന് സേവനം നൽകുന്ന പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് യൂണിറ്റ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്കൻഡറി പാലിയേറ്റീവ്, ഇതെല്ലാം ഉണ്ടെങ്കിലും അവരെ നന്നായി ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെല്ലുമ്പോഴൊക്കെ സേവനം കൊടുക്കുന്നതേ ഉള്ളൂ. അവരെ എന്നും രാവിലെയും വൈകുന്നേരം ദിവസേനെ അവർക്ക് സ്നേഹവും വാത്സല്യവും സേവനവും അവരുടെ എല്ലാവിധ സേവനങ്ങളും നൽകുന്ന അവരുടെ കുടുംബാംഗങ്ങളാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളവരെ, ഏറ്റവും അഭിനന്ദനം അറിയിക്കപ്പെടേണ്ടവര്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സിബി ജോർജ് പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. പാലിയേറ്റീവ് സഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി എന്നിവർ നിർവഹിച്ചു. വാത്തിക്കുടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സജീവ്, ഡോക്ടർ അഞ്ജലി MR, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വാത്തിക്കുടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വച്ഛതാ ഹി സേവ ചിത്രരചനാ മത്സരത്തിന്റെ ഭാഗമായുള്ള പെയിന്റിംഗ് പ്രദർശനം നടത്തി. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് വാഴത്തോപ്പ് LP സ്കൂളിൽ തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരത്തിൽ റോഡ് കയ്യേറിയുള്ള വ്യാപാരങ്ങൾ വർദ്ധിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയരുന്നു. ട്രാവൻകൂർ ട്രസ്റ്റ് വണ്ണപ്പുറം പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് എന്നിവയുമായി പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ബാബു അതുല്യ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.